ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റവും കൂടിയാണ്, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും. ഇതൊരു ചാക്കാണ് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലത്തെ ചാക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കളയണ്ട, എടുത്തു വെച്ചോളൂ. ഒരു അടിപൊളി ഐറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അങ്ങനെ ചാക്കിനെ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പൂവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിനു മുന്നേ ഈ പൂക്കൾ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാനും മറക്കരുത്. അങ്ങനെ അതിനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നിവൃത്തിയെടുത്തപ്പോൾ ഒരു അടിപൊളി പൂവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂവല്ല നമുക്ക് ആവശ്യം, ഇതിനെ ഒന്ന് നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ചാക്കിനെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റവും കൂടിയാണ്. പിന്നെ നമ്മളെല്ലാവരും പേപ്പറിൽ കട്ട് ചെയ്യുന്നു, പകരം ഇപ്പോൾ ഈ ഒരു ചാക്ക് എടുക്കുന്നു. ഇതാകുമ്പോൾ പെട്ടെന്ന് കളർ ഫെയ്ഡാവില്ല, ചീത്തയായി പോകുമെന്ന് പേടിക്കേണ്ട ചാക്കാണ്. നമ്മൾ ചീത്തയാക്കാതിരിക്കുന്ന ഇടം വരെ ഈ ഒരു ഐറ്റം ചീത്തയാക്കാതെ ഇതുപോലെ തന്നെ നിലനിർന്നു പോവും. അപ്പോൾ ഇത്രയും പൂക്കൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതുപോലെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ ഒന്ന് രണ്ടായിട്ട് അളവെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ആ രണ്ട് ഭാഗങ്ങളും ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഫെവിക്കോള് മാത്രം മതി, അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ വച്ച് കൊടുത്തിട്ട് ഒട്ടിക്കുവാണേ. അപ്പോൾ ഈ ഒരു ചാക്കിൽ എൻ്റെ ആദ്യത്തെ ഈ ഒരു അറ്റംപ്റ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ചാക്കിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കുന്നത്. കുറേ നാളായിട്ട് ഈ ഒരു ചാക്ക് കയ്യിലിരിപ്പുണ്ട്. എന്താണ് അതിൽ ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് വന്നപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. പക്ഷേ ഈ ഒരു മോഡലിൽ ഞാൻ ഇതുവരെയും ഇങ്ങനത്തെ ഒരു പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടില്ല. ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഫൈനൽ ലുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഫൈനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തായാലും മനസ്സിലാകും. അങ്ങനെ ഞാൻ ഇത്രയും ചാക്കിൽ ഇത്രയും പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഈർക്കിലെടുക്കുന്നുണ്ട്. ഈർക്കിലിൻ്റെ കൂടെ നമ്മുടെ മാസ്കിൻ ടേപ്പിന് പകരമായിട്ട് ഞാൻ ഗ്രീൻ കളറ് പ്ലാസ്റ്റിക് കവർ എടുക്കുന്നുണ്ട്. മുൻപ് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഞാൻ ഇതുപോലത്തെ ഒരു യൂസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള കവറാണ്. അപ്പോൾ ഇത് കളക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റി. ഗ്രീൻ ടേപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇതുപോലത്തെ വർക്കുകളൊന്നും ചെയ്യാതിരിക്കരുത്. ഇതുപോലെ അല്ലെങ്കിൽ സെയിം കളറിൽ എന്തായാലും പ്ലാസ്റ്റിക് കവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടായാലും ഇതുപോലത്തെ തണ്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് നമുക്ക് ചുറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലും പ്ലാസ്റ്റിക് കവറിൻ്റെ വെറൈറ്റി വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, പ്ലാസ്റ്റിക് കുപ്പിയിലും ഞാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോയും പിന്നെ ഷോർട്സും ആയിട്ടൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വീട് സൂപ്പറായിട്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ഐറ്റംസ് വെച്ച് മാത്രം തന്നെ നമുക്ക് അലങ്കരിച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൂവിനെ എടുത്ത് ആ ഒരു ഈർക്കിലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നൂലാണ് എടുക്കുന്നത്. നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2-3 പൂക്കളൊക്കെ ഈ ഒരു ഈർക്കിലിൽ കെട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങൾ ചെയ്തെടുക്കുക. ഞാൻ തൽക്കാലത്തേക്ക് 4 പൂക്കളെ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീണ്ടും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ലൈറ്റർ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവറിനെ അവിടെ അതുപോലെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതേ ഞാൻ ഇത്രയും പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഗ്രീൻ ടേപ്പ് എടുക്കുവാണേ. ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നേരത്തെ പോലത്തെ പ്ലാസ്റ്റിക് കവർ എടുക്കുക. എന്നിട്ട് ആ പൂവിൻ്റെ ഈ ഒരു നൂല് കാണുന്നില്ല, ആ ഭാഗത്തൊന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കുക.
കണ്ടില്ലേ എന്ത് സിമ്പിളായിട്ടാണ് ഇത്രയും പൂക്കൾ ഞാൻ ഉണ്ടാക്കിയെടുത്തതെന്ന്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇനി ഇതുപോലത്തെ ചാക്ക് കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും കളയേണ്ട, എടുത്തു വെച്ചോളൂ. അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ലീഫ് വെച്ച് കൊടുക്കാം. ഞാൻ വെച്ച് കൊടുക്കുന്നില്ല, എനിക്ക് ഇത്രയും കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു തൃപ്തിയുണ്ട്. അപ്പോൾ ഇതേ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.